LibreOffice Drawയിലെ Creating Curves and Polygons എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് പോളിഗോൺ, കർവ് എന്നിവ ഡ്രോയിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നതാണ്. ഈ ട്യൂട്ടോറിയൽ പിന്തുടരണമെങ്കിൽ നിങ്ങൾക്ക് LibreOffice Drawയുടെ അടിസ്ഥാന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പ്രസക്തമായ ട്യൂട്ടോറിയലുകൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് പതിപ്പ് 10.04, LibreOffice Suite പതിപ്പ് 3.3.4 എന്നിവയാണ്. എന്താണ് പോളിഗോൺസ്? പോളി എന്നാൽ പല എന്നാണ് അർത്ഥം. നിരവധി വശങ്ങളുള്ള ഒരു രൂപത്തിനെ പോളിഗോൺ എന്ന് പറയുന്നു. ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ ഒരു മാപ്പ് വരയ്ക്കാൻ നമുക്ക് പഠിക്കാം. ഈ മാപ്പ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി കാണിക്കുന്നു. ഈ ട്യൂട്ടോറിയലിന്റെ അവസാനം നിങ്ങൾക്ക് സമാനമായ രേഖാചിത്രം സ്വയം ഉണ്ടാക്കുവാൻ കഴിയും. നമുക്ക് ഡ്രോയിലേക്ക് കടക്കാം. ഞാൻ റൂട്ട് മാപ്പ് എന്ന പേരുള്ള ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്നു. ആദ്യം നമുക്ക് ഗ്രിഡ് വ്യൂ നോക്കാം. ഇതിനായി വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് ഗ്രിഡ് എന്ന ഓപ്ഷനിൽ കാണുന്ന ഡിസ്പ്ലേ ഗ്രിഡ് തിരഞ്ഞെടുക്കുക. നമുക്ക് ഡ്രോയിംഗ് തുടങ്ങും മുമ്പ് പേജ് മാർജിൻ, പേജ് ഓറിയന്റേഷൻ എന്നിവ കൊടുക്കാം. ഡ്രോ പേജിൽ കഴ്സർ വെച്ച് കോണ്ടെക്സ്റ്റ് മെനുവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പേജ് തിരഞ്ഞെടുത്ത് പേജ് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുക. പേജ് സെറ്റപ്പ് എന്ന ഡയലോഗ് ബോക്സ് ലഭ്യമാകുന്നു. ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്ന് A4 തിരഞ്ഞെടുക്കുക. പോർട്രേറ്റ് ആയി ഓറിയന്റേഷൻ തിരഞ്ഞെടുക്കുക. ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം മാർജിൻ എന്നിവ ഒന്നാക്കി സെറ്റ് ചെയ്ത് OK ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് സൈസ് 24ലേക്ക് മാറ്റുക. മെയിൻ മെനുവിൽ നിന്നും ഫോർമാറ്റ്, ക്യാരക്ടർ എന്നിവ തിരഞ്ഞെടുക്കുക. ക്യാരക്ടർ ഡയലോഗ് ബോക്സ് ലഭ്യമാകുന്നു. ഫോണ്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് സൈസ് എന്ന ഫീൽഡ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് 24 ആക്കി ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ ടൈപ്പ് ചെയ്തത് വ്യക്തമായി കാണും എന്ന് ഉറപ്പാക്കുന്നു. നമുക്ക് ഇപ്പോൾ ഒരു വീട് വരച്ചുകൊണ്ട് ആരംഭിക്കാം. ഒരു ചതുരം ഇൻസേർട്ട് ചെയ്ത് അതിനുള്ളിൽ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്തത് വീടിന്റെ വലതുഭാഗത്തുള്ള പാർക്കിൽ വരിക. പാർക്ക് ഒരു ഒറ്റയായ ആകൃതിയിലുള്ള ദീർഘചതുരം ആണ്. അതിന്റെ ഇടതുവശത്തെ വീതി വലതുവശത്തേക്കാൾ കൂടുതലാണ്. അത് പ്രതിനിധീകരിക്കാൻ ഒരു പോളിഗോൺ ഉപയോഗിക്കാം. ഒരു പോളിഗോൺ വരയ്ക്കുന്നതിന് ഡ്രോയിംഗ് ടൂൾബാറിലേക്ക് പോകുക. കർവിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഐക്കണിന് അടുത്തായി കാണുന്ന ചെറിയ ആരോ ക്ലിക്ക് ചെയ്യുക. പോളിഗോൺ ഫിൽഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഡ്രോ പേജിൽ കഴ്സർ വെച്ച് ഇടതുവശത്തെ മൗസ് ബട്ടൺ ഉപയോഗിച്ച് കഴ്സർ താഴേക്ക് വലിക്കുക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. നാം ഒരു നേർരേഖ വരച്ചു. അത് ഒരു മട്ടത്രികോണം ആകുന്നതുവരെ വലതുവശത്തേക്ക് മൗസ് വലിച്ചു പിടിക്കുക. ഇടത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൗസ് മേലോട്ട് വലിക്കുക. ഇനി ഇടതുവശത്തെ മൗസ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഒരു പോളിഗോൺ വരച്ചു. അതിനുള്ളിൽ പാർക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. പാർക്കിനടുത്തത് അവിടെ ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണ്. അത് വിചിത്ര ആകൃതിയിലുള്ള ഒരു പോളിഗോൺ ആണ്. അത് നമുക്ക് വരയ്ക്കാം. ഡ്രോയിംഗ് ടൂൾബാറിലേക്ക് പോകുക. കർവിനടുത്ത് ചെറിയ കറുത്ത ആരോ ക്ലിക്ക് ചെയ്ത് പോളിഗോൺ ഫിൽഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഡ്രോ പേജിൽ കഴ്സർ വയ്ക്കുക. ഇടത് മൗസ് ബട്ടൺ അമർത്തി അത് വലിച്ചു താഴ്ത്തുക. ഇനി മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നേർരേഖ കാണാം. ആകാരം ഒരു ത്രികോണം ആകുന്നതുവരെ മൗസ് ഇടതുവശത്തേക്ക് നീക്കുക. ഇടത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൗസ് മേലോട്ട് വലിക്കുക. ഇനി ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് കഴ്സർ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഇടത് മൗസ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ മറ്റൊരു പോളിഗോൺ വരച്ചു. നമുക്ക് അതിനുള്ളിൽ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. തുടർന്ന് പാർക്കിംഗ് ഏരിയ വരയ്ക്കാം. ഡ്രോയിംഗ് ടൂൾബാറിൽ നിന്ന് പോളിഗോൺ ഫിൽഡ് തിരഞ്ഞെടുക്കുക. ഡ്രോ പേജിൽ കഴ്സർ വെച്ച് പോളിഗോൺ വരയ്ക്കാം.
ഇപ്പോൾ നമുക്ക് അതിനുള്ളിൽ പാർക്കിംഗ് ലോട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. ഓർക്കുക, നിങ്ങൾക്ക് പല വശങ്ങളിലുള്ള ഒരു പോളിഗോൺ വരയ്ക്കാവുന്നതാണ്. ഈ ട്യൂട്ടോറിയൽ നിർത്തിയിട്ട് ഒരു അസൈൻമെന്റ് ശ്രദ്ധിക്കുക. 5, 6, 10 എന്നിങ്ങനെ വശങ്ങളുള്ള ഒരു പോളിഗോൺ വരയ്ക്കുക. വീടിനടുത്തായി ഇടതുവശത്ത് ചതുരാകൃതിയിലുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ്. ഡ്രോയിംഗ് ടൂൾബാറിൽ നിന്ന് റെക്ടാംഗിൾ തിരഞ്ഞെടുക്കുക. മൗസ് ഡ്രോ പേജിൽ വെച്ച് ഒരു ചതുരം വരയ്ക്കുക. നാം അതിനെ റെസിഡൻഷ്യൽ കോംപ്ലക്സ് എന്ന് പേര് കൊടുക്കുന്നു. ഈ പ്രദേശത്ത് ഒരു പ്ലേഗ്രൗണ്ട് ഉണ്ട്. ഇത് ദീർഘചതുരാകൃതിയിലാണ്. ഡ്രോയിംഗ് ടൂൾബാറിൽ നിന്ന് പോളിഗോൺ 45 ഡിഗ്രി ഫീൽഡ് എന്ന് സെലക്ട് ചെയ്യുക. ഡ്രോ പേജിൽ കഴ്സർ വെക്കുക. ഇടത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. വലതുവശത്ത് ക്ലിക്ക് ചെയ്യുക. മൗസ് റിലീസ് ചെയ്യുക. ഇപ്പോൾ ദീർഘചതുരം പൂർത്തിയാക്കാൻ മേലോട്ട് ക്ലിക്ക് ചെയ്ത് മൗസ് താഴേക്ക് വലിക്കുക. ഇടത് മൗസ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മറ്റൊരു പോളിഗോൺ വരച്ചു. നമുക്ക് അതിൽ പ്ലേഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യാം. പ്ലേഗ്രൗണ്ടിനടുത്തായി ഒരു ലേക്ക് വരയ്ക്കാം. ഡ്രോയിംഗ് ടൂൾബാറിൽ നിന്ന് ഫ്രീ ഫോം ലൈൻ ഫിൽഡ് എന്ന് തിരഞ്ഞെടുക്കുക. ഡ്രോ പേജിൽ ഇടത് മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് മൗസ് എതിർ ഘടികാര ദിശയിൽ തിരിക്കുക. ശേഷം ഇടത് മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. നാം ഒരു ലേക്ക് അല്ലെങ്കിൽ തടാകം വരച്ചു. അതിനുള്ളിൽ ലേക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. ഈ പ്രദേശത്ത് കാണുന്ന അവസാന കെട്ടിടം സ്കൂൾ ക്യാമ്പസ് ആണ്. സ്കൂൾ ക്യാമ്പസ് പോളിഗോൺ രൂപത്തിലാണ്. നമുക്ക് ഇത് മാപ്പിൽ വരയ്ക്കാം. വീണ്ടും ഡ്രോയിംഗ് ടൂൾബാറിൽ നിന്ന് പോളിഗോൺ 45 ഡിഗ്രി ഫീൽഡ് എന്ന് തിരഞ്ഞെടുക്കുക. അടുത്തതായി ഡ്രോ പേജിൽ കഴ്സർ വെച്ച് പോളിഗോൺ വരയ്ക്കുക. ഒടുവിൽ പോളിഗോൺ പൂർത്തിയായി കഴിഞ്ഞ് മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ സ്കൂൾ ക്യാമ്പസ് എന്ന് ടൈപ്പ് ചെയ്യാം. അതിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇട്ട ശേഷം സ്കൂൾ മെയിൻ ഗേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് റൊട്ടേറ്റ് ചെയ്ത് ശരിയായ സ്ഥാനത്ത് വയ്ക്കുക. ഇപ്പോൾ മെയിൻ മെനുവിൽ നിന്നും മോഡിഫൈ തിരഞ്ഞെടുത്ത് റൊട്ടേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഹാൻഡിലിന്റെ നിറം ചുവപ്പായി മാറും. ഇതിന്റെ അർത്ഥം നാം റൊട്ടേറ്റ് മോഡിൽ ആണ് എന്നതാണ്. നിങ്ങൾക്ക് ഇരുവശത്തും ആരോ അടയാളമുള്ള ആർക്ക് കാണാൻ കഴിയുമോ? ബോക്സ് തിരിക്കുന്നതിനായി ഇത് ഉപയോഗിക്കാം. മുകളിൽ വലതുവശത്തെ മൂലയിലുള്ള ഹാൻഡിൽ എന്ന മെനുവിൽ കഴ്സർ സ്ഥാപിക്കുക. ഒരു റൊട്ടേഷൻ കർവ് കാണാം. ഇടത് മൗസ് ബട്ടൺ അമർത്തുക. കർവ് ശരിയായ സ്ഥാനത്ത് വരുന്നതുവരെ ഘടികാര ദിശയിൽ വലിച്ചിടുക. റൊട്ടേറ്റ് മോഡിൽ നിന്ന് പുറത്തു കടക്കാൻ ഡ്രോ പേജിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. സ്കൂളിലേക്കുള്ള പ്രവേശന കവാടം കാണിക്കാം. കഴിഞ്ഞ ഘട്ടത്തിലേതുപോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരച്ച് അതിനുള്ളിൽ സ്കൂൾ സൈഡ് എൻട്രൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ആരോ ഉപയോഗിച്ച് വഴികൾ വരയ്ക്കുക. വീട്ടിൽ നിന്നും വലതുവശത്തേക്ക് തിരിയണം. ഡ്രോയിംഗ് ടൂൾബാറിൽ നിന്ന് ലൈൻ എൻഡ്സ് വിത്ത് ആരോ എന്ന് സെലക്ട് ചെയ്യുക. ഡ്രോ പേജിൽ പോയി ഒരു ലൈൻ വരയ്ക്കുക. റെസിഡൻഷ്യൽ കോംപ്ലക്സ് കഴിഞ്ഞ് ഇടതുവശത്തേക്ക് തിരിയുക. ഈ റൂട്ട് കാണിക്കാൻ മറ്റൊരു ലൈൻ വരയ്ക്കുക. പ്ലേഗ്രൗണ്ട് കഴിഞ്ഞ് വലതുവശം തിരിഞ്ഞ് താഴോട്ട് വരിക. സ്കൂൾ മെയിൻ ഗേറ്റ് എത്താൻ വീണ്ടും വലതുവശത്തേക്ക് തിരിയുക. നാം നമ്മുടെ ആദ്യത്തെ റൂട്ട് വരച്ചു. രണ്ട് തരത്തിലുള്ള കർവുകളും പോളിഗോണുകളും വരച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒന്ന് ഫിൽ ഓപ്ഷൻ ഉപയോഗിച്ചും മറ്റേത് ഫിൽ ഇല്ലാതെയുമാണ്. നിങ്ങൾ ഫിൽ ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ കർവിന് നിറം കാണപ്പെടും. കർവ് ടൂൾബാറിലെ ഓരോ ഓപ്ഷനുകൾക്കും മൗസ് ഓപ്പറേഷൻ വ്യത്യസ്ത രീതിയിലാണ് എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
ഇവിടെ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഇതാ. കർവ് ടൂൾ ബാറിലെ എല്ലാ ഓപ്ഷനുകളും ഉപയോഗിച്ച് കർവുകളും പോളിഗോണുകളും വരയ്ക്കുക. കഴ്സർ രൂപത്തിലും മൗസ് ഓപ്പറേഷനിലും കർവ് അല്ലെങ്കിൽ പോളിഗോൺ തിരഞ്ഞെടുക്കുമ്പോൾ മാറ്റം ഉണ്ടാകും എന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫിൽഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നിറം മാറ്റാൻ കഴിയുന്നുണ്ടോ എന്നും പരിശോധിക്കുക. ഇനി പറയുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാൻ കഴിയും. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇത് ഐസിടി, MHRD തുടങ്ങിയ വിദ്യാഭ്യാസ നാഷണൽ മിഷൻ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ചുവടെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.